സോ ഐ ഹാഡ് ദിസ് പേഷ്യൻറ്റ് ഫ്രം സ്വീഡൻ. അപ്പം പുള്ളിക്കാരി എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഹെയർ ലോസിന് വേണ്ടിയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഡ്രൈ സ്കാൽപ്പും ഹെയർ ലോസും ആയിരുന്നു മെയിനായിട്ട് പറഞ്ഞിരുന്ന കംപ്ലയിൻസ്. കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നോർമലി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് പ്രസൻറ്റിങ് കംപ്ലയിൻസ് എന്താണ്, അതിനുശേഷം നമ്മുടെ ഗട്ട് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോർമലി ചോദിക്കും. സോ ഞാൻ എത്ര ചോദിച്ചിട്ടും എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല എന്താണ് അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ നമ്മൾ യൂഷ്വലി ചോദിക്കുന്നതാണ് ഈ ബവൽ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കും. ഷീ സെഡ് ഇറ്റ് ഈസ് നോർമൽ. കുറച്ച് നേരം ചോദിച്ചിട്ടും എനിക്ക് റൂട്ട് കോസ് കിട്ടാതായ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എത്ര തവണ പോകുമെന്ന് ചോദിച്ചു. ആൻഡ് വെരി കാഷ്വലി ഷീ സെഡ് 5 to 6 times a day. ദാറ്റ്സ് വെൻ ഐ അണ്ടർസ്റ്റുഡ് ദിസ് ഇസ് നോട്ട് നോർമൽ. 5 to 6 times നമ്മളൊന്ന് ഒരു ദിവസം വാഷ്റൂമിൽ പോകാന്ന് പറയുന്നത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് നോർമൽ. ഇത് ആക്ച്വലി ഒരു IBS കേസാണ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. അതായത് നമ്മുടെ ബവല് പെട്ടെന്ന് എന്താ പറയുക വോളറ്റൈലാണ്, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആയിട്ട് നമുക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നുക. അത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ ഒരു പാർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗട്ട് എക്സ്ട്രീംലി ഇൻഫ്ലെയിംഡ് ആണ്, എക്സ്ട്രീംലി എഫക്റ്റഡ് ആണ്. ഒരു രീതിയിലുള്ള ഡൈജഷനും ഒരു രീതിയിലുള്ള അബ്സോർപ്ഷനും നടക്കുന്നില്ല. ഇങ്ങനെ ഒരു കേസിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിൽ ന്യൂട്രീഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബ്ലഡിലൂടെയാണ്. ഈ ബ്ലഡിന് ന്യൂട്രീഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കുന്നത്, അതായത് നമ്മുടെ ഫുഡിൽ നിന്നെല്ലാം അബ്സോർബ് ചെയ്തെടുക്കുന്നിടത്തു നിന്നാണ് ബ്ലഡിന് ന്യൂട്രീഷൻ കിട്ടുന്നത്. സോ ഒരു IBS ഉള്ള വ്യക്തിയുടെ ഹെയറും സ്കാൽപ്പും സ്കിന്നും ഡെഫിനറ്റ്ലി എഫക്റ്റഡ് ആയിരിക്കും. നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ഈ ഗട്ടിൻ്റെ ഒരു ഇഷ്യൂ തന്നെയാണ്. അതുപോലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വാഷ്റൂമിൽ പോകാമെന്ന് പറയുന്നത്. ദിസ് ഈസ് നോട്ട് നോർമൽ. ഫുഡ് നമുക്ക് ഫുഡ് കുറച്ച് നേരം നമ്മുടെ ബോഡിയിൽ ഡൈജഷന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. 5 to 6 times ഇസ് നോട്ട് നോർമൽ. നമുക്കൊരു ദിവസം ഒരു 1 to 2 times ഇസ് ആക്ച്വലി നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ബവൽ മൂവ്മെൻ്റ് ആണ്. യൂഷ്വലി അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബവൽ മൂവ്മെൻ്റ് ആണ്.